വെൽക്കം താഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുക ടെട്രാസൈക്ലിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകളെ കുറിച്ചിട്ടാണ്. ടെട്രാസൈക്ലിൻ ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുക ആന്റിബയോട്ടിക്സിൽ തന്നെ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഈ ഹെഡിങ്ങിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മൾ അമിനോ ഗ്ലൈക്കോസൈഡ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ടെട്രാസൈക്ലിൻ, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ ആദ്യ വീഡിയോ പറഞ്ഞു. 4 പ്ലേനാർ ആയിട്ടുള്ള ഫ്യൂസ്ഡ് ആയിട്ടുള്ള സൈക്ലിക് റിംഗ് സ്ട്രക്ചർ ഉള്ള ഒരു കോമ്പൗണ്ടാണ്. 4 പ്ലേനാർ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. 4 പ്ലേനാർ വേണം. ഇപ്പോൾ 3 എണ്ണമായി. 4 പ്ലേനാർ ആയിട്ടുള്ള റിംഗ് എ, റിംഗ് ബി, റിംഗ് സി, ഇങ്ങനെ ടെട്ര എന്നുള്ള പേര്. ടെട്ര എന്ന് പറയുമ്പോൾ 4 പ്ലേനാർ സൈക്ലിക് സ്ട്രക്ചർ വിത്ത് 4 റിംഗ്സ് എ ബി സി ഡി. ഇതാണ് ഈ ടെട്രാസൈക്ലിൻസ് വിഭാഗം മരുന്നിനുള്ള സവിശേഷത. കെമിക്കൽ ആദ്യം കണ്ടുപിടിച്ചത് 1947 അപ്പോൾ ആദ്യം കണ്ടുപിടിച്ചത് ഓറിയോമൈസിൻ ആണ്. ഓറിയോമൈസിൻ എന്ന് പറയുന്ന മരുന്നായിരുന്നു. യെല്ലോ ഗോൾഡ് കളേർഡ് ആന്റിബയോട്ടിക് ആയിട്ടാണ് അത് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചത് സ്ട്രെപ്റ്റോമൈസസിൽ നിന്നാണ്. സ്ട്രെപ്റ്റോമൈസസ് ഓറിയോ ഫേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. സോ ഈ സാധനമാണ് ഓറിയോമൈസിൻ. പിന്നീട് മനസ്സിലായത് ക്ലോർ ടെട്രാസൈക്ലിൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ഇത് കണ്ടുപിടിച്ചത് ലെഡർലി ഫാർമിലുള്ള ബെഞ്ചമിൻ മിൻകോ ഡക്കർ എന്ന് പറയുന്ന പുള്ളിയാണ് ഇത് കണ്ടുപിടിച്ചത്. സോ ആദ്യ ഗ്രൂപ്പ്, അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കണ്ടുപിടിച്ച ആദ്യ ഗ്രൂപ്പ് എല്ലാം തന്നെ നാച്ചുറൽ ടെട്രാസൈക്ലിൻസ് ആണ്. നാച്ചുറൽ ടെട്രാസൈക്ലിൻസിൽ ക്ലോർ അത് ആദ്യമുണ്ട്, ടെട്രാസൈക്ലിൻ ഉണ്ട്, ദെൻ ക്ലോർ ടെട്രാസൈക്ലിൻ ആണ് പിന്നീട്, ദെൻ ഓക്സി ടെട്രാസൈക്ലിൻ ഉണ്ട്. സോ ഇതെല്ലാം നാച്ചുറൽ ആൻഡ് ഓൾസോ ദീസ് ഓൾ ആർ ഷോർട്ട് ആക്ടിംഗ് ആണ്. ഇവയ്ക്കൊന്നും കാര്യമായിട്ടുള്ള ഉപയോഗം ഇപ്പോൾ ഇല്ല. ആൻഡ് പിന്നീട് വന്നത് ഡെമിക്ലോ സൈക്ലിൻ എന്ന് പറയുന്ന മരുന്നാണ് പിന്നീട് വന്നത്. ആൻഡ് ഇതിന്റെ ആക്ഷൻ കുറച്ചും കൂടി ദീർഘനേരമുണ്ട്. സോ നമുക്കതിനെ ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കാം. പിന്നെ വന്നത് 2 ലോങ് ആക്ടിംഗ് ആണ്. ലോങ് ആക്ടിംഗ് ഡ്രഗുകളാണ്. ലോങ് ആക്ടിംഗ് ടെട്രാസൈക്ലിൻസ് ഫേമസ് വൺ ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ഈസ് ഡോക്സിസൈക്ലിൻ ആണ്. ഡോക്സിസൈക്ലിൻ. പിന്നെ ഉള്ളത് മിനോസൈക്ലിൻ ആണ് പിന്നീട് വന്നത്. മിനോസൈക്ലിൻ 1972 വന്നത്. പിന്നീട് 10-30 വർഷത്തിന് ശേഷമാണ് ഈ ഗ്രൂപ്പിൽ പിന്നീട് ഒരു മരുന്ന് വരുന്നത്. ആൻഡ് അത് പ്യുവർ ടെട്രാസൈക്ലിനും അല്ല. അതിനെ നമ്മൾ വിളിക്കുക ഗ്ലിസൈൽ ഓർ ഗ്ലൈസൈൽ സൈക്ലിൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിന്റെ പേര് ടിജി സൈക്ലിൻ എന്ന് പറയുന്ന മരുന്നാണ്. പ്യുവർ ആയിട്ട് ടെട്രാസൈക്ലിൻ അല്ല, എങ്കിലും ടെട്രാസൈക്ലിൻസ് തന്നെയാണ്. ടിജി സൈക്ലിൻ ആണ് ഒരു മരുന്ന്. ദെൻ ഇനി വരാനിരിക്കുന്ന ഒരെണ്ണം കൂടിയുണ്ട്. അതിന്റെ പേര് ഒമിഡാസൈക്ലിൻ എന്നാണ്. ഒമിഡാസൈക്ലിൻ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പൊ നമുക്കിത് സ്ട്രെപ്റ്റോമൈസസ് ഓറിയോഫേഷ്യൻസ് ഒന്നും വേണ്ട. മറ്റ് പല മൈക്രോബ്സിൽ നിന്ന് സെമി സിന്തറ്റിക് ആയിട്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡോക്സിസൈക്ലിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. പിന്നെ ഉള്ളത് മിനോസൈക്ലിൻ ആണ്. ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിജി സൈക്ലിൻ ആണ്. ഹോസ്പിറ്റലിനകത്ത് IV ഒക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കും. ഇനി ഇവിടെ മെക്കാനിസം ആക്ഷൻ നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണെങ്കിലും ഇവിടെ ഒന്നുകൂടി ഒന്ന് പറയാം. കാരണം ഇത് മാത്രമാണ് പറയാ. സോ ഇത് mRNA ആണ്. mRNAയിൽ ഇത് 30S റൈബോസോം ആണ്. ഇത് 50S റൈബോസോം ആണ്. സോ 30S 50S ആൻഡ് ഇത് വന്ന് പിടിക്കുക 30S റൈബോസോമിലാണ് പിടിക്കുക. 30S. സോ ടെട്രാസൈക്ലിൻസ് ആർ ആക്ടിംഗ് ഓൺ 30S ബാക്ടീരിയൽ റൈബോസോമിലാണ് ഒട്ടിച്ചേരുക. 30S എവിടെയാണ് കൃത്യം എന്ന് വെച്ചാൽ അവിടെയുള്ള 16S rRNA എന്ന് വെച്ചാൽ റൈബോസോമൽ RNAയിലാണ് ഒട്ടിച്ചേരുക. ആൻഡ് ഈ റൈബോസോമൽ RNAയിൽ കാൽഷ്യം ഒക്കെ ഉണ്ട്. കാൽഷ്യം പോലുള്ള ഡൈവാലന്റ് മെറ്റൽസ് ഉണ്ട്. അതിലാണ് വന്ന് ഇത് ഒട്ടിച്ചേരുക. ആൻഡ് ഇതും പ്രവർത്തിക്കുന്നത് അമിനോ ഗ്ലൈക്കോസൈഡ് വന്ന് പിടിപ്പിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. എ സൈറ്റിലാണ്. എ സൈറ്റിന് വേറെ പേര് നമ്മൾ പറഞ്ഞത് ഡീകോഡിംഗ് സൈറ്റ് എന്ന് അങ്ങോട്ട് പറഞ്ഞു. സോ ഡീകോഡിംഗ് സൈറ്റ് അവിടെ തന്നെയാണ് ഇതിന്റെ ഒട്ടിച്ചേരൽ. ആൻഡ് ഇവിടെ പക്ഷേ ഒട്ടിച്ചേരൽ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. അമിനോ ഗ്ലൈക്കോസൈഡ് നമ്മൾ പറഞ്ഞു അത് റിവേഴ്സിബിൾ ബൈൻഡിങ് ആണെന്ന് പറഞ്ഞു. ഇതല്ലാതെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെ ഈ മരുന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചേർന്നു എന്ന് വിചാരിച്ചാലും നമുക്ക് ഇവിടുന്ന് tRNAക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. tRNA ആദ്യം ഇവിടെ ഒന്ന് ഒട്ടിച്ചേരും. സോ അത് തടയുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഡീകോഡിംഗ് ഇൻഹിബിറ്റർ. സ്ട്രക്ചറൽ ഡീകോഡിംഗ് ഇൻഹിബിറ്റർ അല്ല, നോട്ട് എ ഡീകോഡിംഗ് ഇൻഹിബിറ്റർ. പക്ഷേ ഇത് പിടിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അതിനുശേഷമുള്ള ഫർദർ സ്റ്റെപ്പുകൾ നടക്കില്ല. ഫർദർ സ്റ്റെപ്പ് നടക്കാൻ ഇവിടെ ഒരു GTP ഉണ്ടായിരുന്നു, നമുക്കറിയാം അല്ലെ. അതിന് നമ്മൾ ഇലോങ്ങേഷൻ ഫാക്ടർ EFGTP എന്നാണ് വിളിച്ചത്. സോ ഇതിങ്ങനെ ആദ്യം GTP ഒന്ന് കത്തിച്ചു നോക്കും. പല പ്രാവശ്യം കത്തിച്ചു നോക്കിയിട്ടും ഫലമില്ല. സോ ബാക്ടീരിയ നമ്മളെ പോലെ തന്നെയാണ്. എനർജി വെറുതെ വേസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അവസാനം ഇതിങ്ങ് വിട്ടുപോകും. സോ ദിസ് വിൽ ബി പുറത്തേക്ക് പോകും. എ സൈറ്റിൽ നിന്ന് വിട്ടുപോകും tRNA. സോ ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ നമുക്ക് അമിനോ ആസിഡ്സ് ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചാലാണ് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. ആൻഡ് ഇവിടെ ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ള മരുന്ന് ഏതാണെന്ന് വെച്ചാൽ അത് പുതിയ മരുന്നാണ്. ടിജി സൈക്ലിൻ ആണ് ഏറ്റവും കൂടുതൽ അഫിനിറ്റി. അത് മിനോസൈക്ലിനേക്കാൾ 3 ഇരട്ടി ഉണ്ട്. ആൻഡ് ടെട്രാസൈക്ലിനേക്കാൾ 30 ഇരട്ടിയും എഫക്റ്റ് ഉണ്ട്. സോ ഇത്രയും ബൈൻഡിങ് അഫിനിറ്റി കൂടുതലുള്ള ഡ്രഗാണ് ടിജി സൈക്ലിൻ എന്ന് പറയാം. സോ ഇതാണ് ഒരു ആക്ഷൻ. ഇനി ഇതല്ലാതെ ടെട്രാസൈക്ലിന് 30S RNA 3
RNA3 എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അതിനെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പ്രോകാരിയോട്ടിക്കിലെ RNA3 എൻസൈമിനെ തടയാനായിട്ട് പറ്റും. അതിൽ ബൈൻഡ് ചെയ്യും. സോ അപ്പൊ എന്താ സംഭവിക്കുക? അപ്പോൾ RNA മെച്ചുറേഷൻ, റൈബോസോമൽ RNAയുടെ മെച്ചുറേഷൻ തടയും. സോ ഇതാണ് ഈ ടെട്രാസൈക്കിളിന് ആന്റി വൈറൽ എഫക്ട്. സോ RNA വൈറസുകൾക്കെതിരെ ടെട്രാസൈക്കിളിന് എഫക്ട് ഉണ്ട്. ഇപ്പോൾ വെസ്റ്റ് നൈൽ വൈറസ് ആയാലും ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഇതെല്ലാം RNA വൈറസുകളാണ്. സോ അതിനൊക്കെതിരെയുള്ള എഫക്ട് ബിക്കോസ് ഓഫ് ദിസ് ആക്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ആക്ഷൻ കൂടിയുണ്ട്. ആൻഡ് ഈ ടെട്രാസൈക്കിളിൽ നമ്മൾ ബ്രോഡ് സ്പെക്ട്രം എന്നാണ് പറഞ്ഞത്. ബ്രോഡ് സ്പെക്ട്രം ആവാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇവിടെയുള്ള 30S rRNA ഇതൊക്കെ എല്ലാ ബാക്ടീരിയയിലും ഏകദേശം ഒരേപോലെയാണ്. അത് പ്രിസർവ്ഡ് ആണ്. അതിൽ മാറ്റം വരുത്താൻ ഒരു ബാക്ടീരിയയും മാറ്റമൊന്നും വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പലതരം ഓർഗാനിസത്തിനെതിരെ ഇതിൽ കൂടുതൽ ആക്ഷൻസ് ഉണ്ട്. ഇനി ആന്റി വൈറൽ എഫക്ട് ഇട്ടാനുള്ള വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മുടെ CD4 T സെൽസിലുള്ള ആക്ഷൻ കൂടി അതിന് കാരണമാണ്. ദെൻ ഇവയ്ക്ക് പ്രോട്ടോസോവയ്ക്കെതിരെ ആക്ഷൻ ഉണ്ട്. പ്രോട്ടോസോവ അതിനെതിരെ ആക്ഷൻ ഉള്ള മരുന്ന് കൂടിയാണിത്. പ്രോട്ടോസോവാസ് എന്ന് പറയുമ്പോൾ ലീഷ്മാനി വരും, ടോക്സോപ്ലാസ്മ വരും, എൻഡമീബ വരും, മലേറിയ വരും, ട്രൈക്കോമോണിയാസിസ്. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാതരം പ്രോട്ടോസോവകൾക്കെതിരെയും ആക്ഷൻ ഉണ്ട്. ഇവിടെ എല്ലാം മൈറ്റോകോൺട്രിയൽ RNAയിലാണ് പ്രവർത്തിക്കുക. മൈറ്റോകോൺട്രിയൽ RNA നമുക്കുണ്ട് എന്നുകൂടി ഓർക്കുക. അപ്പോൾ മനുഷ്യന്റെ മൈറ്റോകോൺട്രിയൽ RNAയിൽ ഇതിന് വേണമെങ്കിൽ പ്രവർത്തിക്കാം. പക്ഷേ അതിന് പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്റ്റിമം എൻവയോൺമെന്റ് വെച്ചാൽ അവിടെ ഡൈവാലൻ മെറ്റൽ അയോൺസ് ഒക്കെ ഉള്ള കൂടുതലുള്ളത് ഈ ബാക്ടീരിയയിലും ഈ പ്രോട്ടോസോവയിലൊക്കെയാണ്. അതുകൊണ്ട് മനുഷ്യനെ ഇവൻ വെറുതെ വിടും, കുറെയെങ്കിലും വെറുതെ വിടും. പക്ഷെ മനുഷ്യനിലുള്ള മൈറ്റോകോൺട്രിയൽ അവിടെയുള്ള ATS, നമ്മുടെ ATS ആണല്ലോ, അവിടെയും പ്രവർത്തിക്കാം. അപ്പോൾ ബാക്ടീരിയയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു, ദെൻ വൈറസിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു, പ്രോട്ടോസോവയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആള് ബ്രോഡ് സ്പെക്ട്രം തന്നെയാണ് കേട്ടോ, പുലിയാണ്. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ആക്ട് ഓൺ ഹെൽമിൻസിൽ വിരകളിലും പ്രവർത്തിക്കാം. അവിടെ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഈ ഹെൽമിൻസും ബാക്ടീരിയയും തമ്മിലൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് തകർക്കും. അപ്പോൾ ഫൈലേറിയാസിസ്, ഓൺഗോസർക്കിയാസിസ്, സോ അവയിലൊക്കെ അങ്ങനെയാണ് അതിന്റെ ആക്ഷൻ. ഇനി വേറൊരു ആക്ഷൻ ഉള്ളത് മുഖക്കുരുവിലാണല്ലോ. മുഖക്കുരുവിൽ ആക്നിയിൽ പക്ഷേ ഇവൻ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ വെച്ചിട്ടാണ് പ്രവർത്തിക്കുക. ഇനി ആറാമത്തത് എലിഫന്റിയാസിസ് എന്ന് വെച്ചാൽ മന്ത്രരോഗമാണ്. അതിനകത്ത് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓസ്റ്റിയോമൈലൈറ്റിസിലെ ആക്ഷൻ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് അവിടെയും, അല്ലെങ്കിൽ RNAയുടെ എക്സ്പ്രഷൻ തടയുക, അത് ഇൻഹിബിഷൻ. സോ ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും ഇവൻ പല റോളാണ് കളിക്കുക. സോ ഇറ്റ്സ് എ ബ്രോഡ് സ്പെക്ട്രം എന്ന് നമുക്ക് ശരിക്കും വിളിക്കാം, ആത്മാർത്ഥമായിട്ട് തന്നെ വിളിക്കാം. ഭയങ്കര സ്പെക്ട്രം ആണ്. പക്ഷേ സ്പെക്ട്രം ഒക്കെ ഒരുപാടുണ്ടെങ്കിലും ഉപയോഗം ഇപ്പോൾ ഓൺലി ഫോർ ഡോക്സിസൈക്കിളിന് മാത്രമാണ് കാര്യമായിട്ടുള്ള ഉപയോഗം, അല്ലെ? ഒരുപാട് ഉപയോഗമുള്ള നമുക്ക് എല്ലാത്തിലും കയറി ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാമാണ് ഡോക്സിസൈക്ലിന്റെ ഉപയോഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്സിയെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പറയാം. ഡോക്സിസൈക്ലിൻ ഈസ് ഡ്രഗ് ഓഫ് ചോയ്സ്. നമ്പർ 1 ഡ്രഗ് എവിടെയൊക്കെയാണ്? വെറൈറ്റി ഓഫ് കണ്ടീഷൻസ്. 1 A വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാം. ഞാൻ ABCD ഓർഡറിലാണ് പറയാം. ആന്ത്രാക്സിൽ ദിസ് ക്യാൻ ബി യൂസ്. 2 ബ്രൂസെല്ല നമ്മൾ അമിനോഗ്ലൈക്കോസൈഡ് പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു. ബ്രൂസെല്ലയൊക്കെ ഉണ്ടാക്കുന്ന അണ്ടുലന്റ് ഫീവർ അങ്ങനെയൊക്കെയുള്ള കേസിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ B വെച്ചിട്ട് അടുത്തത് ബൊറേലിയാണ്. ബൊറേലിയ സ്പീഷീസ്. ബൊറേലിയ മൂലമുള്ള വിവിധ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒന്ന് ലൈംസ് ഡിസീസ് ബൊറേലിയ വെച്ചുണ്ടാവുന്നതാണ്. ദെൻ ലാപ്സിംഗ് ഫീവർ ബൊറേലിയ സ്പീഷീസ് ഒക്കെ വെച്ചുണ്ടാക്കുന്നതാണ്, അതിനുപയോഗിക്കാം. ദെൻ ബൊറേലിയ എന്നാണ് തോന്നുന്നു ടുളറീമിയയിലും നമുക്ക് ഉപയോഗിക്കാം. ടുളറീമിയ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് C വെച്ചിട്ട് പറയാം, ഓർഡറിൽ അങ്ങ് പോകാം. C വെച്ചിട്ട് നമുക്ക് ക്ലാമിഡിയ ആണ്. ക്ലാമിഡിയയിൽ നമുക്ക് ഉപയോഗമുണ്ട്. ക്ലാമിഡിയ ഇൻ ലിംഫോ ഗ്രാനുലോമ വെനേറം, അതിനകത്താണ് യൂസ് ചെയ്യുക. വേറെണ്ണത്തിൽ നമുക്ക് യൂസ് ഇല്ല എന്ന് ഞാൻ പറയും, അതും ക്ലാമിഡിയ തന്നെയാണ്. ആൻഡ് 3 കഴിഞ്ഞു. ഇനി 4ാമത്തെ നമുക്ക് L വെച്ചിട്ടാണ്. L വെച്ചിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് ലെപ്റ്റോസ്പൈറോസിസ്. കേൾക്കാത്തവർ കുറവായിരിക്കും. മലയാളത്തിൽ എലിപ്പനി എന്ന് പറയും. അതിന് തടയാൻ വേണ്ടിയിട്ടാണ്, പ്രൊഫൈലാറ്റിക് ആയിട്ടാണ് ഉപയോഗിക്കുക ഡോക്സിസൈക്ലിൻ. ട്രീറ്റ്മെന്റ് കൊടുക്കാം. ട്രീറ്റ്മെന്റ് പെൻസിലിൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. പെൻസിലിൻ G ഒക്കെയാണ് കൊടുക്കുക. അതിനൊപ്പം വേണമെങ്കിൽ നമുക്ക് ഡോക്സിസൈക്ലിൻ കൊടുക്കാം. സാധാരണ ഉപയോഗിക്കുക പ്രൊഫൈലാക്സിസിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് L കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6ാമത്തെ M വെച്ചിട്ട് പറയാം. M വെച്ചിട്ട് പറഞ്ഞാൽ മൈക്കോപ്ലാസ്മയിൽ ഉപയോഗിക്കാം. മൈക്കോപ്ലാസ്മ ഹോമിനിസ് അതുണ്ടാക്കുന്ന എട്ടിപ്പിക്കൽ ന്യൂമോണിയ. സോ എട്ടിപ്പിക്കൽ ന്യൂമോണിയയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി M വെച്ചിട്ട് ഏതാ ഉള്ളത്? മലേറിയ, അല്ലെ? മലേറിയയിൽ നമ്മൾ ഡോക്സിസൈക്ലിൻ എന്തിനാ ഉപയോഗിക്കുക? എൻ്റെ വീഡിയോ മൊത്തം ചെയ്താണ്. മലേറിയ തടയാനാണ്, പ്രൊഫൈലാക്സിസിന് വേണ്ടിയിട്ടാണ്. ആർക്കാണ്? ട്രാവലേഴ്സ്. മലേറിയ ഉള്ള സ്ഥലത്തേക്ക്, എൻഡമിക് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ട്രാവലിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡോക്സിസൈക്ലിൻ നമുക്ക് കൊടുക്കാം നമ്മൾ പറഞ്ഞു. ഇനി LMNOP വെച്ചിട്ട് നമുക്ക് പ്ലേഗിൽ നമുക്ക് കൊടുക്കാം. എഴ്സീനിയ പെസ്റ്റിസ് ഉണ്ടാക്കുന്ന പ്ലേഗിൽ, അതിൽ നമ്മൾ പ്രൊഫൈലാക്സിസ്
പ്രൊഫൈലാക്സിസിനാണ്, ചിലത് ട്രീറ്റ്മെന്റിനാണ്, ചിലത് പ്രൊഫൈലാക്സിനാണ്, ഓർത്തിരിക്കുക. ദെൻ പിന്നെ ആർ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത് റിക്കറ്റ്സിയ മൂലം പല ടൈപ്പ്, ഒരുപാട് ടൈപ്പ് റിക്കറ്റ്സിയ ഉണ്ട്. അതിലിപ്പോ റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ അതിൽ ഉപയോഗിക്കാം. ദെൻ സ്ക്രബ് ടൈഫസ് അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. ക്യൂ ഫീവർ അതിലുപയോഗിക്കാം, അത് കോയാക്സില്ല വെച്ചിട്ടുണ്ടാവുന്നതാണ്, കോയാക്സില്ല. ദെൻ കാറ്റ് സ്ക്രാച്ച് പൂച്ച മാന്തൽ അല്ലെ, ബൈ ബാർട്ടോണല്ല. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്ന മരുന്നാണ്. ഇനി പെനിസിലിൻ അലർജി ഉണ്ടെങ്കിൽ നമുക്ക് സിഫിലിസിൽ കൊടുക്കാം. സോ 6 കഴിഞ്ഞ എസ് ആണ് സിഫിലിസ്. ഇൻ പെനിസിലിൻ അലർജി ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് പെനിസിലിനാണ് നല്ലത്. നേരത്തെ ഈവൻ നമ്മൾ കോളറയിൽ കൊടുത്തിരുന്നു. ക്ലാമിഡിയ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലാമിഡിയ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ക്ലാമിഡിയ ട്രൈക്കോമാറ്റിസ് അതിനകത്ത് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം കൂടി പറഞ്ഞേക്കാം, കാമ്പൈലോബാക്ടർ ഗ്രാനുലോസം. സോ അതുമൂലമുള്ള അസുഖങ്ങൾക്കൊക്കെ നേരത്തെ നമ്പർ 1 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ആൾ വന്നിട്ടുണ്ട്, അവന്റെ പേരാണ് ആസിത്രോമൈസിൻ എന്ന് പറയുന്ന മരുന്നാണ് ഇപ്പോഴത്തെ നമ്പർ 1. ദെൻ ഇനി ഒരു ഉപയോഗം കൂടിയുണ്ട്, അതിനെ നമ്മൾ വിളിക്കുക പ്ലൂറോഡെസിസ് എന്നാണ്. അല്ലെങ്കിൽ പ്ലൂറോഡെസിസ് മാത്രമല്ല, ദെൻ പെരികാർഡിയസിസ്. ഹൃദയത്തിന്റെ മുകളിലുള്ള 2 ലെയർ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നതാണ്. സോ അതിന് അവിടെ ഫൈബ്രോട്ടിക് ആക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ നമുക്ക് അതിന് ടാഗ് ഉണ്ട്. ദെൻ പിന്നെ ഏതായിരുന്നു, ആൽക്കഹോൾ നമുക്ക് കൊടുക്കാം, ഇങ്ങനെയൊക്കെ കൊടുക്കുക. നമുക്കിപ്പോൾ ഡോക്സൈക്കിളിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഉപയോഗമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഉപയോഗമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതിൽ ഉപയോഗം കുറവാണ്. ഗോണോകോക്കൽ ഇൻഫെക്ഷൻ, സോ ഗ്രാം പോസിറ്റീവ് ഗോണോകോക്കൽ ഇൻഫെക്ഷൻസിൽ ഉപയോഗമില്ല. ട്രൈക്കോമോണോസ് വജൈനാലിസ്, അതിന് നമുക്ക് മെട്രോണിഡസോൾ പോലെയുള്ള മരുന്നായിരിക്കും ഉപയോഗിക്കുക. സോ ഇതിന് ഉപയോഗമില്ല, ബാക്കി പറഞ്ഞതിനൊക്കെയാണ് ഉപയോഗം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മിനോക്ക് എന്തൊക്കെയാണ് ഉപയോഗം എന്ന് വെച്ചാൽ, മിനോക്ക് കുറവാണ് ഉപയോഗം. സോ തമ്മിൽ ഏറ്റവും മോസ്റ്റ് പൊട്ടന്റ് മിനോ ആണ്, ആൻഡ് ഓൾസോ ലോങ് ആക്ടിങ് കൂടിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉപയോഗം ഓൺലി ഇൻ ലെപ്രസിയിലാണ്. കുഷ്ഠരോഗത്തിൽ ഏത് ടൈപ്പിലാണ്? സിംഗിൾ ലീഷൻ പോസി ബാസില്ലറി ലെപ്രസിയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മിനോസൈക്ലിൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ദെൻ നൊക്കാർഡിയയിൽ നമുക്ക് കൊടുക്കാം. നൊക്കാർഡിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കോട്രിമോക്സോൾ ആണ് നമ്മുടെ നമ്പർ 1. കോട്രിമോക്സോൾ ഉണ്ട്. അത് പറ്റാതെയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിനോസൈക്ലിൻ കൊടുക്കാം. ഇനി ടെട്രാസൈക്ലിൻ, അതും ഒരു മരുന്നാണല്ലോ. ടെട്രാസൈക്ലിൻ ഇപ്പോൾ എച്ച് പൈലോറിയിലാണ് ഏറ്റവും അധികം. എച്ച് പൈലോറി കിറ്റിലൊക്കെ ഉപയോഗമുണ്ട്. ബിസ്മത്ത്, മെട്രോണിഡസോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഇത് കൊടുക്കുക. ദെൻ ടെട്രാസൈക്ലിൻ നമുക്ക് ലൂമിനൽ അമീബിയോസൈഡ് ആയിട്ടും കൊടുക്കാം. അമീബിയാസിന് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഓപ്താൽമിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓപ്താൽമിക് ഡ്രോപ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടോപ്പിക്കൽ ഓപ്താൽമിക് നിയോനേറ്റോറം പോലെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും ഇനി ഉപയോഗമുള്ള മരുന്ന് ടിജിസൈക്ലിനാണ്. ടിജിസൈക്ലിന്റെ ഉപയോഗം കൂടി ഒന്ന് പറയണം. ടിജിസൈക്ലിൻ നമുക്കറിയാം IV ആണ് കൊടുക്കുക, ഇൻട്രാവീനസ് ആണ്. മറ്റേതൊക്കെ പല റൂട്ടുകളിലൊക്കെ കൊടുക്കായിരുന്നു. ടിജിസൈക്ലിൻ നേരെ കൊടുക്കുകയല്ല, ഇറ്റ്സ് എ റിസർവ് ഡ്രഗ് ആണ്, സൂക്ഷിച്ച് കരുതൽ മരുന്നാണ്. അത് ഹോസ്പിറ്റൽ അക്യൂർഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന സീരിയസ് ഇൻഫെക്ഷൻസിൽ മാത്രം കരുതൽ മരുന്നാണ് നമ്മൾ കൊടുക്കുക. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസിൽ കൊടുക്കാം, ന്യൂമോണിയയിൽ കൊടുക്കില്ല എന്നും കൂടി ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. ദെൻ നമുക്ക് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, അതിന്റെ എല്ലാ കേസുകളിലും MRSAയിൽ കൊടുക്കാം. വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് അതിനകത്ത് കൊടുക്കാം. ലിനസോളിഡ് റെസിസ്റ്റന്റ് ആണെങ്കിൽ കൊടുക്കാം. ദെൻ അടുത്തത് പിന്നെ സ്ട്രെപ്റ്റോഗ്രാമിൻസ് റെസിസ്റ്റന്റ്, അതിലൊക്കെ നമുക്ക് ടിജിസൈക്ലിൻ നമുക്ക് കൊടുക്കാം. ദെൻ എൻറ്ററോകോക്കയിൽ നമുക്ക് കൊടുക്കാം. ദെൻ സ്കിൻ സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ്, അതിലൊക്കെ നമുക്ക് മറ്റു മരുന്നുകൾ കൊണ്ട് ഫലമില്ല എങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അക്വേർഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. സോ ഡോസ് 50 മില്ലിഗ്രാം BD ആണ് ടിജിസൈക്ലിൻ കൊടുക്കുക. IV മാത്രമാണ്. ആൻഡ് ടിജിസൈക്ലിൻ്റെ ഒരു പ്രത്യേകത, ബാക്കി എല്ലാത്തിനും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ടിജിസൈക്ലിന് നോ റെസിസ്റ്റൻസ് ഇല്ല. പിന്നെ നമുക്ക് പറയേണ്ടത് ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ചില അഡ്വേഴ്സ് എഫക്റ്റ് കൂടി ഇതിനകത്തേക്ക് വരും. സോ പ്രോപ്പർട്ടീസ് ആൻഡ് ADR രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയാം. ഫസ്റ്റ് ആൻഡ് നമ്പർ 1 ഒരു പ്രോപ്പർട്ടി ഉള്ളത്, ഇത് കാൽഷ്യം അല്ലെങ്കിൽ മറ്റ് ഡൈവാലന്റ്, അവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചാടി വീഴും, അല്ലെങ്കിൽ അതിനെ ചീലേറ്റ് ചെയ്യുക എന്നാ പറയാം. ചീലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? മരുന്നിന്റെ ഫലം പോകും. അതാണ്
ഒരു പ്രശ്നം. സോ ഇതുമൂലം എംപ്റ്റി സ്റ്റൊമക്കിലെ കൊടുക്കാൻ പറ്റും, വെറും വയറ്റിൽ കൊടുക്കേണ്ടി വരും മരുന്ന്. രാവിലെ വെറും വയറ്റിൽ മരുന്ന് കഴിക്കുക. ഭക്ഷണം പാടില്ല, ഭക്ഷണത്തോടൊപ്പം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ മിൽക്ക്, പാല് അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ്, അങ്ങനെയൊക്കെയുള്ള ഗീ, അങ്ങനെയൊക്കെയുള്ള യോഗട്ട്, ഇതൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് ആന്റാസിഡ്സ് നമുക്ക് കൂടെ കൊടുക്കാൻ പറ്റില്ല. എല്ലാ ആന്റാസിഡ്സും അല്ല, ഇപ്പോൾ ഉള്ള മാഗ്നീഷ്യം അത് 2+ ആണ്. കാൽഷ്യം ആന്റാസിഡ്സോ ഇതൊക്കെ ചേർന്ന് 2+ ഡൈവാലന്റ് ആണെങ്കിൽ നമുക്ക് ഇതിനൊപ്പം കൊടുക്കാനായിട്ട് പറ്റില്ല. അവിടെയും ചീലേഷൻ ഉണ്ടാകും. ആൻഡ് ഈ ചീലേഷൻ മൂലം ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം, കുട്ടികളിൽ ഇൻ ചിൽഡ്രൻ ബിലോ 8 വയസ്സിൽ താഴെയുള്ള പിള്ളേരിൽ ആബ്സല്യൂട്ട്ലി കോൺട്രാഇൻഡിക്കേറ്റ് ആണ്, കൊടുക്കാനേ പാടില്ല. 13 വയസ്സിൽ താഴെയാണെങ്കിൽ റിലേറ്റീവ്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പല രാജ്യങ്ങളിലും പലതൊക്കെയാണ്. എന്തായാലും കുട്ടികളിൽ ഒഴിവാക്കുക ഈ മരുന്ന്. കാൽഷ്യം ചീലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകും, വളർച്ച കുറയും, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാക്കും. ആൻഡ് പല്ലുകളിലോ ഇറപ്ഷൻ ഓഫ് ടീത്ത് ഉണ്ടാക്കാം, ഡാമേജ് ഉണ്ടാക്കാം, ഡിസ്കളറേഷൻ, പല്ലിന്റെ മഞ്ഞ കളർ വരാം, ഡിസ്കളറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ ഗർഭിണികളിലാണ്. പ്രഗ്നൻസിയിൽ ഓൾസോ ദിസ് ഈസ് അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഇത് പ്രഗ്നൻസിയിൽ 2-3 പ്രശ്നം ഉണ്ടാക്കാം. ഒന്ന്, ഇത് ബൈല് സെക്രീറ്റ് ചെയ്യും. ബൈല് സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് ഉണ്ടാക്കാം. കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് അത് അപകടകരമായ കണ്ടീഷനാണ്. അതാണ് ഒരു കാര്യം. പിന്നെ ഇത് കുട്ടികളിലേക്ക്, ഫീറ്റസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫീറ്റസിന്റെ ബോൺ ആൻഡ് കാർട്ടിലേജ് ഇത് വളർച്ച തടസ്സപ്പെടുത്താം. ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഗ്രോത്ത് ഡിഫക്ട്സ്, ഡിസ്കളറേഷൻ, യെല്ലോ ബ്രൗൺ കളറൊക്കെ ആവും എല്ലുകളൊക്കെ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ആൻഡ് ഇതിൽ തന്നെ ഈ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന മരുന്നിന് ഈ ചീലേഷനും ഈ പ്രശ്നങ്ങളൊക്കെ കുറവാണ് കമ്പാരിറ്റീവ്ലി എന്ന് നമുക്കറിയാമെങ്കിലും ബിക്കോസ് ഇറ്റ്സ് എ ടെട്രസൈക്ലിൻ നമ്മൾ ഇതും കരുതലോടെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതാണ് ചീലേഷൻ. ഇനി മരുന്നുകളെല്ലാം തന്നെ രണ്ടാമത്തെ പോയിന്റ്, മരുന്നുകളെല്ലാം തന്നെ റീനൽ ഫെയിലിയറിൽ ഒഴിവാക്കുക. റീനൽ ഫെയിലിയറിൽ ഈ മരുന്നുകൾ ഒഴിവാക്കുക. ഈ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്കറിയാം ബൈലിൽ ഒരുപാട് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബൈലിൽ കൂടെ പോകും, അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് സേഫ് ആണ്. സോ റീനൽ ഫെയിലിയറിൽ സേഫ് ആയിട്ടുള്ള ഡ്രഗ് ഒന്ന് ഡോക്സിസൈക്ലിൻ ആണ്, രണ്ടാമത്തത് ടിജിസൈക്ലിൻ. സോ ടിജിസൈക്ലിൻ ആൻഡ് ഡോക്സിസൈക്ലിൻ ആർ സേഫ് ഇൻ റീനൽ ഫെയിലിയർ. കിഡ്നി സേഫ് ആണ്. എല്ലാ മരുന്നും ഹെപ്പാറ്റിക് ഡിസീസസിൽ കുറയ്ക്കുക. ഹെപ്പാറ്റിക് കരൾ രോഗങ്ങൾ ഉണ്ടെങ്കിൽ, ഹെപ്പാറ്റിക് ഫെയിലിയർ പ്രത്യേകിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നാലാമത്തെ പ്രശ്നം, ഇത് ക്രീമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ക്രീമായിട്ട് പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫോട്ടോടോക്സിറ്റി ഓർ ഫോട്ടോസെൻസിറ്റിവിറ്റി. ഫോട്ടോസെൻസിറ്റിവിറ്റി എന്നുള്ള പ്രശ്നം ഇതുണ്ടാക്കും. അതൊരു പ്രശ്നമാണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഡെമിക്ലോസൈക്ലിൻ ആണ്. ദെൻ പിന്നെ ഉള്ളത് നമ്മളുടെ തന്നെ ഡോക്സിസൈക്ലിൻ ആണ്. സോ ഇത് രണ്ടും പ്രശ്നക്കാരാണ്. ദെൻ എത്രാമത്തെ? അഞ്ചാമത്തെ പ്രശ്നം. ഇനി അഞ്ചാമത്തെ പ്രശ്നം എന്നുള്ളത്, ഇത് നോർമൽ ബാക്ടീരിയൽ ഫ്ലോറ. നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം ആണ്. ബ്രോഡ് സ്പെക്ട്രം ആകുമ്പോൾ നോർമൽ ബാക്ടീരിയൽ ഫ്ലോറ അങ്ങോട്ട് നശിപ്പിക്കും. ഇപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകളൊക്കെ പോകുമ്പോൾ സൂപ്പർ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സൂപ്പർ ഇൻഫെക്ഷൻ ഉദാഹരണം സ്യൂഡോ മെംബ്രേനിയസ് കോളൈറ്റിസ് പോലെയുള്ള സൂപ്പർ ഇൻഫെക്ഷൻസോ പിന്നെ അതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് പോകേണ്ടി വരും. ദെൻ ആറാമത്തെ ഒരു പ്രശ്നം ഇസോഫാജിയൽ അൾസറേഷൻ ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നിന്ന് കഴിക്കാനാണ് പറയുക. ഇരുന്നിട്ടോ കിടന്നിട്ടോ മരുന്ന് കഴിക്കരുത്, നിന്നുകൊണ്ട് കഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം നിന്നുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ് പറയുക. ഏഴാമത്തെ പ്രശ്നം മിനോസൈക്കിളിന് മാത്രമാണ്. മിനോസൈക്കിളിന് വെസ്റ്റിബുലാർ ടോക്സിറ്റി ഉണ്ടാക്കാം. വെസ്റ്റിബുലാർ ടോക്സിറ്റി എന്ന് പറയുമ്പോൾ ചെവിയിലാണ്, ചെവിയുടെ മുകൾ ഭാഗത്ത് സെമി സർക്കുലർ കനാൽസ് ഒക്കെ ഇരിക്കുന്ന ഈ ഭാഗത്ത്. ഇവിടെ അല്ല, ഇത് കോക്ലിയ ഭാഗം, ഇവിടെ അല്ല. പ്രശ്നം ഉണ്ടാക്കാം, എങ്കിലും ഇവിടെയാണ് വെസ്റ്റിബുലാർ ടോക്സിറ്റി പ്രശ്നം ഉണ്ടാക്കാം. പിന്നെ എട്ടാമത്തെ പ്രശ്നം ഈസ് അബൌട്ട് ഡെമിക്ലോസൈക്ലിൻ ആണ്. ഡെമിക്ലോസൈക്ലിൻ എന്ന് പറയുന്ന മരുന്നിന്റെ മാത്രം ഒരു പ്രശ്നമാണ്. ഡെമിക്ലോസൈക്ലിനെ കിഡ്നിയിൽ റീനൽ ട്യൂബുകളിനകത്ത് വാസോപ്രസിന്റെ വേറെ പേരെന്താണ്? ADH. അതിന്റെ റിസപ്റ്ററിന്റെ പേര് V2 റിസപ്റ്റർ എന്നാണ്. സോ ഇതിനെ തടയാനായിട്ട് പറ്റും. ഇതിന്റെ ആക്ഷൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ ദിസ് ക്യാൻ കോസ് നെഫ്രോജനിക്. അതിനെ നമ്മൾ നെഫ്രോജനിക് ഡയബറ്റീസ് മെലിറ്റസ് ആണോ? അല്ല, ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാം. പക്ഷെ ഇതൊരു ദോഷഫലമാണെങ്കിലും ഇത് നമുക്കൊരു ഗുണഫലമായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ചില ആൾക്കാരിൽ അത് അമിതമായിട്ട് കൂടിയിരിക്കുകയാണ്. സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADH ഉള്ള രോഗികളിലാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് ഡെമിക്ലോസൈക്ലിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. സോ ഒന്ന് അസുഖം അല്ലെങ്കിൽ നമ്മൾ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടാണ് പറയാം. സോ അങ്ങനെ
അങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി 9ാമത്തെ മറ്റേ പ്രശ്നം ടെട്രാസൈക്ലിൻസിന് എല്ലാ ഗ്രൂപ്പിനും ഉള്ളതാണ് ഇൻട്രാക്രേനിയൽ ടെൻഷൻ. അത് ഉയർത്താം, ബിക്കോസ് CSFന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കാം. സോ അതുകൊണ്ട് സ്യൂഡോ ട്യൂമർ സെറിബ്രൈ എന്ന് പറയുന്ന പ്രശ്നം ഈ മരുന്നുകൾ ഉണ്ടാക്കാം. 10ാമത്തെ ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫാങ്കോണി സിൻഡ്രോം ആണ്. ഫാങ്കോണി സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടെട്രാസൈക്ലിൻസ് ഉപയോഗിച്ച ആൾക്കാരിൽ കണ്ട പ്രശ്നമാണ്. അതുണ്ടാക്കുന്നത് റീനൽ ട്യൂബുലാർ ആസിഡോസിസ്. നമ്മൾ വേറെ ഒരു ഗ്രൂപ്പിൽ ടൈപ്പ് 4 നമ്മൾ പറഞ്ഞു, ഇവിടെ ടൈപ്പ് 2 ആണ്. റീനൽ ട്യൂബുലാർ ആസിഡോസിസ് ടൈപ്പ് 2 ഉണ്ടാക്കാം. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ PCT, അതിനാണ് തകരാറുണ്ടാവുക. ഇനി സാധാരണ ഡോക്സിസൈക്ലിൻ ആയാലും മിനോസൈക്ലിനൊക്കെ ആയാലും നമ്മൾ 100 to 200 മില്ലിഗ്രാം ആണ് ദിവസം കഴിക്കുക. ടെട്രാസൈക്ലിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 250 അല്ലെങ്കിൽ 500 മില്ലിഗ്രാം 3 നേരം TDS ആണ് കഴിക്കുക. ടിജിസൈക്ലിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു 50 മില്ലിഗ്രാം BD 2 നേരമാണ് കഴിക്കുക. ഇനി എന്തുകൊണ്ട് റെസിസ്റ്റൻസ് വരുന്നു അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി നിർത്താം, ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ റെസിസ്റ്റൻസ് വരാനുള്ള കാരണം മരുന്ന് സാധാരണ ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ഒരുപാട് കോൺസെൻട്രേഷൻ ഉണ്ട്. ഇൻട്രാസെല്ലുലാർ കോൺസെൻട്രേഷൻ കൂടുതലാണ് ഈ മരുന്ന്. സോ ഇൻട്രാസെല്ലുലാർ ഈ ഡിപ്പോസിഷൻ കുറച്ചാൽ, അല്ലെങ്കിൽ അത് സാധാരണ ചെയ്യുക മരുന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ പിടിച്ച് പുറത്തേക്ക് ആക്കുക. പിടിച്ച് പുറത്തേക്ക് ആക്കുന്നതിന് നമ്മൾ എഫ്ലക്സ് എന്നാണ് പറയാം. സോ എഫ്ലക്സ് കൂട്ടുന്ന ചില ട്രാൻസ്പോർട്ടറുകൾ ഇവിടെ പ്ലേ വയ്ക്കും ബാക്ടീരിയ. അപ്പോൾ ഇതിനെ പിടിച്ച് പുറത്തേക്ക്. സോ എഫ്ലക്സ് ട്രാൻസ്പോർട്ടർ പമ്പ് ചെയ്ത് കളയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം എന്ന് പറയാം. റെസിസ്റ്റൻസിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനുവേണ്ടി ബാക്ടീരിയത്തിലെ ജീൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ജീനുകളെ ടെറ്റ് A, ടെറ്റ് B, ടെറ്റ് C, ടെറ്റ് D ഇങ്ങനെയൊക്കെ പറയുന്ന ജീനുകൾ ബാക്ടീരിയ ഡെവലപ്പ് ചെയ്തിട്ട്. ഇതാണ് റെസിസ്റ്റൻസിനെ പറ്റി. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ടെട്രാസൈക്ലിൻസിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.